മന്ത്രിമാർ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നത് പോലീസ് തടയുന്നുവെന്ന് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. മന്ത്രിമാരെ ഔദ്യോഗിക വസതിയിൽ പോകാനും അനുവദിക്കുന്നില്ല എന്ന് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, എന്താണ് അങ്ങനെ ഒരു ആരോപണത്തിന് അടിസ്ഥാനം? വലിയൊരു പോലീസും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിൽക്കുകയാണോ? പോലീസും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതാക്കളും തമ്മിൽ കാര്യമായ പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു 12 മണിയോട് കൂടി, അതായത് ഷെയ്ദി പാർക്കിലെ പ്രതിഷേധത്തിന് ശേഷം ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് എത്തിയ അതിഷി, സൗരഭ് ഭരദ്വാജ് തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരെ ഓഫീസിലേക്ക് ഒരുമിച്ച് പോകാൻ പോലീസ് അനുവദിച്ചില്ല. വേണമെങ്കിൽ ഒരാൾക്ക് മാത്രം അകത്തേക്ക് പോകാനുള്ള അനുമതി തരാമെന്ന് പോലീസ് പറയുന്ന കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നേതാക്കൾ പ്രതിഷേധിച്ചു. അതിനുശേഷം ചില മന്ത്രിമാർ ഔദ്യോഗിക വസതിയിലേക്ക് പോകാൻ നോക്കിയപ്പോഴും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് പോലീസ് തടയുന്ന കാഴ്ചയുണ്ടായി. ഇപ്പോൾ പുറത്തു വന്ന ഒരു ദൃശ്യം കുറച്ച് കഴിയുമ്പോൾ അടുത്ത പുള്ളിൽ നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. ഈ ദൃശ്യം ഇവിടെ ബാരക്കമ്പ റോഡിൽ മന്ത്രി അതിഷി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രിയെ റോഡിൻ്റെ നടുക്ക് വെച്ച് പോലീസ് തടയുന്ന ഒരു ദൃശ്യമാണ്. ഈ തടയുന്ന ദൃശ്യം പോലീസ് തടഞ്ഞ ശേഷം ക്ഷുഭിതയായി പുറത്തേക്ക് ഇറങ്ങിയ അതിഷി ഈ പോലീസിൻ്റെ നടപടിയെ ചോദ്യം ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ അതിഷിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു നേതാക്കൾ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. പോലീസിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ അതിരൂക്ഷമായ പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ തന്നെ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ പോലീസ് അസാധാരണമായ ചില നടപടിക്രമങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. എന്തായാലും ഡൽഹിയിൽ പ്രതിഷേധം കൂടുതലായി ശക്തമായി ആം ആദ്മി പാർട്ടി കടുപ്പിക്കുമ്പോൾ പോലീസും അവരുടെ നടപടിക്രമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും, വിവരങ്ങളിൽ നിന്നും, ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.